ഡിസിസി പുനഃസംഘടനയിൽ കൂടിയാലോചന നടത്താത്തതിൽ കോൺഗ്രസ് എംപിമാർക്ക് അതൃപ്തി. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ഒഴികെ 10 അധ്യക്ഷന്മാരെ മാറ്റാൻ നേതൃത്വത്തിന്റെ ആലോചന. കെ സുധാകരൻ ഉൾപ്പെടെയുള്ള എംപിമാരും ഇതിനെ പിന്തുണക്കുന്നു. എന്നാൽ ആവശ്യമായ കൂടിയാലോചന നടത്താത്തതിൽ അതൃപ്തിയും പാർട്ടിയിലുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിന്റെ വസതിയിൽ മുതിർന്ന എംപിമാർ യോഗം ചേർന്നു. എഐസിസി നേതൃത്വവുമായുള്ള ചർച്ചകൾക്കായി സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡൽഹിയിലെത്തി. നിയമപരമായിട്ടൊരു സമയമില്ല. അറ്റ് ദ എയർലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമുണ്ട്. നോക്കാം നമുക്ക്. നല്ല ക്ലാസ്സാണ്. നമ്പർ 1 കേരളത്തിലെ. ഒരു മാറ്റാനും കാര്യമില്ല, മാറ്റേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാറ്റേണ്ടവരെ മാറ്റണ്ട എന്ന് ശക്തമായി പ്രവർത്തിച്ചു പോകുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തിയാൽ ഇറ്റ് വിൽ എഫക്ട് ബാഡ്ലി ഇൻ ദിസ് ഇലക്ഷൻ. അതാണ് ആ കാറ്റഗറിപ്പെട്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ധനസുമോദ്, തൃശൂർ നിലനിർത്തി മറ്റ് 13 ജില്ലാ അധ്യക്ഷന്മാരെ മാറ്റാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നല്ലോ നേതൃത്വം. അതിലാണോ ഇപ്പോൾ അതൃപ്തി പുകയുന്നത്? ഇപ്പോൾ എംപിമാരുടെ പ്രധാന അതൃപ്തി ഈ കൂടിയാലോചനകളെല്ലാം വളരെയധികം പിന്നിട്ട് കഴിഞ്ഞു. ഒരു 90% പൂർത്തിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ പട്ടിക പുറത്തു വരികയും ചെയ്യും. അതിനു മുമ്പ് വേണ്ടത്ര കൂടിയാലോചന എംപിമാരുമായിട്ട് നടത്തിയില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാര്യം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഒരു നോമിനിയായിട്ടായിരുന്നു നേരത്തെ രാജേന്ദ്ര പ്രസാദ് എന്ന DCC അധ്യക്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ മാറുകയാണ്, കൊല്ലത്ത് മാറുകയാണ്, ആലപ്പുഴ മാറുകയാണ്, തിരുവനന്തപുരത്ത് മാറുകയാണ്. പക്ഷേ പലപ്പോഴും ഈ എംപിമാരുടെ നിയോജക മണ്ഡലം നിൽക്കുന്ന സ്ഥലത്ത് DCC അധ്യക്ഷന്മാരെ മാറ്റുമ്പോൾ അവരുമായി കൂടിയാലോചിക്കണം, അവർ നൽകുന്ന പേരുകൾ കൂടി പരിഗണിക്കണം എന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ആ തരത്തിലുള്ള ഒരു പരിഗണനയും ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിലെ ഒരു അതൃപ്തി തന്നെയാണ് അവർ തുറന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ നേരത്തെ സണ്ണി ജോസഫ് വന്നു കഴിഞ്ഞപ്പോൾ എത്രയും വേഗം പുനഃസംഘടന നടത്തണം, ഏതൊക്കെ DCC അധ്യക്ഷന്മാരാണ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി ഒരു ഉത്തരം പറഞ്ഞില്ല. പക്ഷേ എണ്ണമിട്ട് തന്നെ കെ സുധാകരൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. എ ക്ലാസ് എന്ന രീതിയിൽ നമ്പർ 1 ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്നത് കണ്ണൂർ DCC ആണ്. മാർട്ടിൻ ജോർജ് ആണ് അവിടെ DCC അധ്യക്ഷൻ. ഇതുകൂടാതെ കോഴിക്കോട് DCC അധ്യക്ഷനെ മാറ്റേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് പ്രവീൺ കുമാർ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരാളാണ്. VS ജോയ് മലപ്പുറത്തും മാറ്റേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഏറ്റവും ഒടുവിലാണ് വലിയ പ്രവർത്തിക്കാനോ പെർഫോമൻസ് കാഴ്ചവെക്കാനോ തൃശ്ശൂരിൽ ടാർജറ്റിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടി നിലനിർത്തണം എന്നുള്ള ആവശ്യം തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കെ സുധാകരൻ പറഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണെങ്കിലും മറ്റ് എംപിമാരുടെ ഒരു അസ്വസ്ഥത ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.